ഇന്ന് നല്ല സന്തോഷവും സമാധാനമൊക്കെ ഉള്ള ഒരു ദിവസമാട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആദിയുടെ SSLC റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ആഗ്രഹിച്ച പോലെ തന്നെയുള്ളൊരു റിസൾട്ട് അവന് കിട്ടി. അപ്പോൾ അതിൽ അവനും ഹാപ്പിയാണ്, പിന്നെ നമ്മളും ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഇന്നലെ അനിയത്തി സർപ്രൈസ് ആയിട്ടൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളിവിടെ നാട്ടിലില്ല. അപ്പോൾ ഉമ്മയും താത്തയൊക്കെ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അത് കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ ഇന്ന് രാവിലെ 10:30 അതിൻ്റെ സ്കൂളിലൊരു അനുമോദന പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മളെല്ലാവരും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഞാനിതാ അടുക്കളയിലേക്ക് വന്നു. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാം കേട്ടോ. അപ്പോൾ ചായ പരമാവധി ഒഴിവാക്കാറാണ്. വെള്ളമൊക്കെ കുടിച്ച് അവന് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൂരിയും ചിക്കൻ കറിയും. അപ്പോൾ ചിക്കൻ കറി ഇന്നലെ രാത്രി വെച്ച് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം പൂരിയിലേക്കുള്ള മാവൊക്കെ കുഴിച്ച് റെഡിയാക്കി. അപ്പോഴേക്കും ഇതാ അവരൊക്കെ കുളിച്ച് റെഡിയായി വന്നു. പിന്നെ ചൂടോടുകൂടി തന്നെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിതുപോലെ ഇങ്ങനെ പ്രസ്സിൽ പരത്തിയെടുക്കാറാട്ടോ ചെയ്യാറ്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എളുപ്പമാണ്, പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുമുണ്ട്. ആദ്യം ഇതാ കറിയൊക്കെ വിളമ്പി ടേബിളൊക്കെ സെറ്റ് ചെയ്യാണ്. അഷ്റഫ് അവിടെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങണമല്ലോ. അങ്ങനെ നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വേഗം റെഡിയായി ഇറങ്ങി. കണ്ടോ, നമ്മൾ 3 പേരൊന്ന് ബ്ലാക്ക് ഡ്രസ്സിലാട്ടോ. അപ്പോൾ ദാ സ്കൂളെത്തി. ഇതാണ് ആദിയുടെ സ്കൂള്, GOHSS എടത്തനാട്ടുകര. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്കൂളാട്ടോ. അപ്പോൾ ദാ ടീച്ചേഴ്സൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാകുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സ്റ്റേജിലൊരു അനുമോദന പരിപാടി ഉണ്ടായിരുന്നു. ഇതാട്ടോ ആദിയുടെ ക്ലാസ് ടീച്ചർ, സവിത ടീച്ചർ. കഴിഞ്ഞ 2 വർഷമായിട്ട് അവൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. പിന്നെ അവൻ്റെ ഫേവറേറ്റ് ടീച്ചറുമാണ്. പിന്നെ ഈ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും അതെ, എല്ലാവരും നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ റിസൾട്ടിൽ അവർക്ക് പാലക്കാട് ജില്ലയിൽ തന്നെ ഗവൺമെൻറ് സ്കൂളുകളിൽ 1ാം സ്ഥാനത്താണ് നമ്മുടെ സ്കൂള്. അങ്ങനെ ആ സ്കൂളിൽ നിന്ന് എല്ലാവരെയും കണ്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. പിന്നെ നമ്മൾ കുറച്ച് ലഡുവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ കുട്ടികൾ തന്നെ കൊണ്ട് കൊടുക്കുകയാണ്. അതൊക്കെ പിന്നെ അവർക്കൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. പിന്നെ അതാ ഒരു മാംഗോ ജ്യൂസൊക്കെ കുടിച്ചു. ഇനി നമുക്ക് ആദ്യമൊരു ട്രീറ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കേക്കും ബ്രൗണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ, തിരുവിഴാങ്കുന്നുള്ള ഷാനീസ് കേക്ക്. അപ്പോൾ അവരാണ് നമുക്ക് ബ്രൗണിയും കേക്കൊക്കെ ചെയ്തു തന്നത്. കേക്ക് ഇതാ നമ്മുടെ 100 കേക്ക്, നമുക്കൊരു കേക്ക് കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ യൂട്യൂബിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആദിക്ക് വേണ്ടിയിട്ട് ബ്രൗണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫീൽഡിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കും ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് ആണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. കേക്കൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത്. ബ്രൗണി ആണെങ്കിലും തന്നെ സോഫ്റ്റുമാണ്, എന്നാൽ അത് കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചി ഫീലും ഉണ്ടായിരുന്നു. പിന്നെ ബ്രൗണിയുടെ കാര്യം, ബ്രൗണി നമുക്ക് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ടല്ലോ. അപ്പോൾ അവരത് കൊറിയർ ചെയ്യാറുണ്ട് കേട്ടോ, DTDC വഴി. അപ്പോൾ ആർക്കെങ്കിലും ബ്രൗണിയോ കേക്കോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്യുക. ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വേണ്ട, എല്ലാം പെർഫെക്റ്റ് ആണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ഒന്ന് നിർത്തിയിട്ട് റീസ്റ്റാർട്ട് ചെയ്തതാണല്ലോ. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ട്, എനിക്കതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനി വീണ്ടും ഇതേപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ കമൻസ് ഒക്കെ വായിക്കാറുണ്ട്, പറ്റുന്നതിനൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ആദ്യം ഒരുപാട് പേര് വിശ്വാസം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.